ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് OET ലെറ്റർ ലേ ഔട്ട് എങ്ങനെയാണെന്ന് നമുക്കിത് നോക്കാം. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു OET ലെറ്റർ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള ഒരു ഔട്ട്ലൈനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റർ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ ഒരു അഡ്രസ്സ് ഉണ്ടാകും, പിന്നെ നമുക്കൊരു ഡേറ്റ് എഴുതാനുണ്ട്, പിന്നെ റെഫറൻസ് ലൈൻ, പിന്നെ ഒരു സല്യൂട്ടേഷൻ, പിന്നീട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, പിന്നെ നമുക്ക് കണ്ടന്റുകൾക്ക് നമുക്ക് പാരഗ്രാഫ് 1, 2, 3 എന്ന് നമുക്ക് പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് പാരഗ്രാഫ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈൻ ഓഫും അതുപോലെ നമ്മുടെ പ്രൊഫഷനും എഴുതി നമുക്ക് നിർത്താം. ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ലെറ്റർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്തിൽ ഡേറ്റ് ആദ്യം എഴുതിയിട്ട് പിന്നീട് അഡ്രസ്സ് എഴുതുകയോ അല്ലെങ്കിൽ അഡ്രസ്സ് എഴുതിയതിന് ശേഷം ഡേറ്റ് എഴുതുകയോ ചെയ്യാം. അത് രണ്ടും ശരി തന്നെയാണ്. അതുപോലെ തന്നെ റെഫറൻസ് ലൈനും സല്യൂട്ടേഷൻ്റെ കാര്യവും ആദ്യം നമ്മൾ റെഫറൻസ് ലൈൻ എഴുതിയിട്ട് സല്യൂട്ടേഷൻ എഴുതാം, അല്ലെങ്കിൽ സല്യൂട്ടേഷൻ എഴുതിയിട്ട് റെഫറൻസ് ലൈൻ എഴുതാം. ഇത് രണ്ടും ശരി തന്നെയാണ്. പിന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, പിന്നെ 3 മിഡിൽ പാരഗ്രാഫ്സുകൾ എത്രയാണെന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് പാരഗ്രാഫ്സ് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്കൊരു ക്ലോസിംഗ് പാരഗ്രാഫ് എഴുതുക, പിന്നെ നമ്മൾ സൈൻ ഓഫ് എഴുതുക, എന്നിട്ട് നമ്മുടെ പ്രൊഫഷനോ നെയിമോ ഒക്കെ നമുക്ക് എഴുതാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതും എഴുതാവുന്നതാണ്. ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലെറ്ററിൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ഫോർമാറ്റിലാണ് നമ്മൾ OETയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ഒരു ലെറ്റർ റൈറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നോക്കുന്നത്. ആദ്യമായി നമുക്ക് ഡേറ്റ് ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഡേറ്റ് ഫോർമാറ്റ് നമുക്ക് 2 രീതിയിൽ എഴുതാം. ആദ്യത്തെ രീതിയാണ് ഉദാഹരണത്തിന് 10 ഒക്ടോബർ, 2021. അതായത് 10 കഴിഞ്ഞിട്ട് ഡേറ്റ് നമ്മൾ എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മന്തിൻ്റെ നെയിം ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ, മന്ത് എഴുതുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ കോമയൊന്നും എഴുതുന്നില്ല. അപ്പോൾ ഡേറ്റും മന്തും കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മൾ ഇയർ എഴുതുന്നു. ഇതൊരു രീതി. പിന്നെയുള്ള ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് എഴുതുന്ന പോലെ date/month/year എഴുതുന്നു. കൂടുതലും അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതി ഫസ്റ്റ് രീതിയാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഡേറ്റും മന്തും ചിലപ്പോൾ മന്ത് ആൻഡ് ഡേറ്റ് തിരിച്ചും ചില കൺട്രീസിലൊക്കെ എഴുതുന്നത് കൊണ്ട് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതിലും ബെറ്റർ 10 ഒക്ടോബർ 2021 എന്ന് എഴുതുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് രീതിയായിരിക്കും കൂടുതലായിട്ടും നമ്മൾ പ്രിഫേർഡ് ആയിട്ടുള്ള മെത്തേഡ്. ഇങ്ങനെ നമുക്ക് ഡേറ്റ് ഫോർമാറ്റ് എഴുതാം. അപ്പോൾ നിങ്ങൾ ഏത് ഡേറ്റ് ഫോർമാറ്റ് എഴുതുകയാണെങ്കിലും ആ ഒരു ഡേറ്റ് ഫോർമാറ്റ് തന്നെ നിങ്ങളുടെ എൻ്റെ ലെറ്ററിലും ഒരേ രീതിയിൽ തന്നെ എഴുതിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ലെറ്ററിൻ്റെ ആദ്യമേ ഈ ഫസ്റ്റ് രീതിയിൽ 10 ഒക്ടോബർ 2021 എന്നിങ്ങനെ എഴുതുകയാണെങ്കിൽ പിന്നെ നമുക്ക് മിഡിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പേഷ്യൻ്റ് അഡ്മിറ്റഡ് ഓൺ എന്തെങ്കിലും ഒരു ഡേറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. നിങ്ങളുടെ എൻ്റെ ലെറ്ററിലും സെയിം ഫോർമാറ്റ് ആയിരിക്കണം എഴുതേണ്ടത്. ഇതാണ് ഡേറ്റ് ഫോർമാറ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തതായിട്ട് നമുക്ക് അഡ്രസ് ലൈൻ നോക്കാം. അഡ്രസ് ടു എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ OET സൈറ്റിൽ ഉള്ള ഒരു സാമ്പിൾ ലെറ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ അഡ്രസ്സ് തന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, ഈസ്റ്റേൺ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഈസ്റ്റ് 456 ഈസ്റ്റ് സ്ട്രീറ്റ്, സെൻട്രൽവില്ലെ. ഇതാണ് അഡ്രസ് ലൈൻ. ഇത് നമ്മുടെ റൈറ്റിംഗ് കേസ് നോട്ടിൻ്റെ താഴെയുള്ള ടാസ്കിൽ മിക്കവാറും കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ ആ നേഴ്സിൻ്റെ പേര് കാണും, അത് കഴിഞ്ഞിട്ട് പ്രൊഫഷൻ കാണും, പിന്നീട് അതിൻ്റെ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകും. എന്താണ് നമ്മുടെ ടാസ്കിൽ തന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മളെടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് കണ്ടില്ലേ, അതിനകത്തിൽ കമ്മ്യൂണിറ്റിയുടെ C, ഹെൽത്തിൻ്റെ H, അതുപോലെ നഴ്സിൻ്റെ N, ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. താഴെ കണ്ടില്ലേ ഈസ്റ്റേൺ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ECHC എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു ലൈൻ കഴിയുമ്പോൾ നമ്മൾ കോമ ഇട്ട് വേർതിരിച്ചിട്ടല്ല നമ്മൾ എഴുതുന്നത്. ഒരു കോമയോ ഫുൾ സ്റ്റോപ്പോ ഒന്നും തന്നെ അഡ്രസ് ലൈനിൽ പാടില്ല. പിന്നെ നമ്മൾ ആകെയുള്ളത് നമുക്ക് PO ബോക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനിടയ്ക്കൊരു കോമ ഇടാവുന്നതാണ്. അതായത് ഉദാഹരണത്തിന് ചില ലെറ്റേഴ്സിലൊക്കെ ഇപ്പം സെൻട്രൽവില്ലെ കഴിഞ്ഞതിന് ശേഷം PO ബോക്സ് നമ്പർ 4058 എന്ന് തരികയാണെങ്കിൽ നമുക്ക് സെൻട്രൽവില്ലെ കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് PO ബോക്സ് നമ്പർ എഴുതാം. അതല്ല PO ബോക്സ് തരാത്ത കേസസിൽ ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് നമ്മൾ എഴുതി നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് അഡ്രസ് ലൈനുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അടുത്തതായിട്ട് നമുക്ക് സല്യൂട്ടേഷൻ ഏതൊക്കെ രീതിയിൽ എഴുതാമെന്നാണ് നോക്കുന്നത്. അതായത് ഈ രീതികളിലെല്ലാം തന്നെയും സല്യൂട്ടേഷൻ എഴുതാൻ പറ്റും. ആദ്യത്തെ രീതി എന്താണ്? ഡിയർ മിസ്സിസ് ഡോട്ട് ജോൺ എഴുതുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു കോമ എഴുതണം. കാരണം മിസ്സിസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡോട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ ജോൺ എഴുതിയതിന് ശേഷം നമ്മളൊരു കോമ എഴുതുന്നു. അല്ലെങ്കിൽ ഡിയർ മിസ്സിസ് ജോൺ പ്ലെയിൻ ആയിട്ട് എഴുതുന്നു. അപ്പോൾ നമ്മളിവിടെ ഡോട്ടും ഇട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു കോമയും ഇട്ട് വേർതിരിച്ചില്ല. ഇത് രണ്ടും അക്സെപ്റ്റഡ് ആണ്. പിന്നെ നമുക്ക് ഇത് രണ്ടുമില്ല, നമുക്ക് പേഷ്യൻ്റെ നമ്മൾ എഴുതേണ്ട റെസിപ്പിയൻറ്റിൻ്റെ നെയിം തന്നിട്ടില്ലാത്ത കേസിൽ നമുക്ക് അവിടെ ജോബ് റോൾ വെച്ചിട്ടും എഴുതാവുന്നതാണ്. അതായത് ഡിയർ ഫിസിയോതെറാപ്പിസ്റ്റ്, ഡിയർ നഴ്സ്, ഡിയർ ഡോക്ടർ, അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനിയും നമുക്ക് പേരും തന്നിട്ടില്ല, ജോബ് റോളും തന്നിട്ടില്ലാത്ത കേസസിലാണ് നമ്മൾ ഡിയർ സർ ഓർ മാഡം എഴുതുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സല്യൂട്ടേഷൻ്റെ രീതികൾ. അപ്പോൾ നമ്മൾ ഡിയർ കഴിഞ്ഞിട്ട് നഴ്സ് എഴുതുന്നു. അപ്പോൾ അതിൻ്റെ എന്നും എന്താണ്? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഇതാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എയ്തർ നമുക്ക് മിസ്സിസ് ഡോട്ട് ജോൺ കോമ ഇടാം, അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് മിസ്സിസ് ജോൺ എന്ന് എഴുതാം. അതും നമുക്ക് പേര് തരാത്ത കേസസിൽ നമുക്ക് പ്രൊഫഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, അതായത് ജോബ് റോളും തന്നിട്ടില്ലാത്ത കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർ ഓർ മാഡം എന്ന് എഴുതുന്നത്. അടുത്തതാണ് നമ്മൾക്ക് റെഫറൻസ് ലൈൻ എങ്ങനെയാണ് എഴുതുന്നത്? ഈ രണ്ട് രീതിയിലും റെഫറൻസ് ലൈൻ എഴുതാം. ഒന്നുകിൽ നമുക്ക് ക്യാപിറ്റൽ RE റെഫറൻസിന്റെ RE ഇട്ട് രണ്ട് കുത്തിട്ടതിന് ശേഷം മിസ്റ്റർ ഡൻബാർ ഒരു സെമിക്കോളൻ, അത് കഴിഞ്ഞിട്ട് ഏജ്ഡ് 30 years എന്ന് എഴുതാം. ഏജ്ഡ് 30 years. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? RE ഡോട്ട് ഇട്ടതിന് ശേഷം മിസ്റ്റർ ഡോട്ട് ഡൻബാർ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെമിക്കോളൻ ഇട്ടിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം. ക്യാപിറ്റൽ DOB ഇട്ടതിന് ശേഷം രണ്ട് കുത്തിട്ടിട്ട് ഡേറ്റ് എഴുതുക, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. 18 നമ്മൾ ആദ്യം നമ്മുടെ ലെറ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഏത് ഫോർമാറ്റിലാണോ ഡേറ്റ് എഴുതിയിരിക്കുന്നത് അതേ ഫോർമാറ്റിൽ 18 മാർച്ച് 1932 എന്നും എഴുതാം. ഈ രണ്ട് രീതിയിൽ റെഫറൻസ് ലൈൻ എഴുതിയാലും ശരി തന്നെയാണ്. പക്ഷെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് ലൈൻ തന്നെ എഴുതാനായിട്ടാണ്. ഫസ്റ്റ് ലൈനിൽ റെഫറൻസ് ലൈൻ ഞാൻ പ്രിഫർ ചെയ്യാൻ കാരണം നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? OET ലെറ്റർ നമ്മളെപ്പോഴും എഴുതുന്നത് ബിസി ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനായിരിക്കും. അപ്പോൾ ആ ലെറ്റർ വായിക്കുന്ന ഒരു റീഡർക്ക് മിസ്റ്റർ ഡെൻബാർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ് നമ്മളുടെ 18 മാർച്ച് 1932 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു ഐഡിയ കിട്ടത്തില്ല, അത് എത്ര ഏജ് ആണെന്നോ. അവരപ്പോൾ അവിടെ ഒന്ന് നിൽക്കും, അല്ലെങ്കിൽ അവർക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടില്ല നമ്മൾ ലെറ്റർ വായിക്കുമ്പോൾ ആ ഒരു പേഷ്യനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ നമ്മുടെ ലെറ്ററിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്നുള്ളത്. അപ്പം നമ്മൾ ക്ലിയർ ഐഡിയ ആ ഒരു റീഡർക്ക് ലെറ്റർ വായിക്കുമ്പോൾ തന്നെ കിട്ടണമെങ്കിൽ ബെറ്റർ എന്താണ്? ഏജ്ഡ് 30 years എന്ന് എഴുതിയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ലെറ്റർ വായിക്കുമ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ എന്താകും? മിസ്റ്റർ ഡെൻബാർ ഏജ്ഡ് 30 years ഉള്ള ഒരാളെന്ന് അവർക്ക് ആദ്യമേ തന്നെ ആ ഒരു ഐഡിയ കിട്ടാൻ നല്ലതായിരിക്കും, ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാനപ്പോൾ ഇങ്ങനെ ആണ് പ്രിഫർ ചെയ്യുന്നത്, ഏജ്ഡ് 30 years എന്നുള്ള രീതിയിൽ. അടുത്തതായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതുക, അതായത് ഫസ്റ്റ് പർപ്പസ് പാരഗ്രാഫ് നമ്മൾ പറയും. ഈ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുന്നത് എന്താണ് നമ്മൾ എഴുതുന്നത്? ആ പർപ്പസ് ഓഫ് ദ ലെറ്റർ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റൈറ്റിംഗ് കേസ് നോട്ട് വായിച്ചതിന് ശേഷം ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് നമ്മൾ എഴുതുന്നതെന്ന് ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതൊരു റെഫറൽ ലെറ്റർ ആണോ, ഇതൊരു ഡിസ്ചാർജ് ലെറ്റർ ആണോ, ഇതൊരു ട്രാൻസ്ഫർ ലെറ്റർ ആണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് നമുക്ക് നമ്മുടെ പർപ്പസിൽ എഴുതാൻ പറ്റും. ഐ എം റൈറ്റിംഗ് ടു റെഫർ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ്, അതുമല്ലെങ്കിൽ നമുക്ക് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ ഈസ് ടു, അല്ലെങ്കിൽ ഐ റൈറ്റ് ടു റെഫർ, ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് യു റിഗാർഡിംഗ്. അങ്ങനെ നമുക്ക് പല രീതിയിലും ആ ടൈപ്പ് ഓഫ് ലെറ്ററിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതാവുന്നതാണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ലെറ്റർ എന്തിനാണ് എഴുതുന്നത് എന്നുള്ള പർപ്പസ് ആയിരിക്കണം ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഒരുപാട് വലുതായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റിയിൽ നമുക്ക് മാർക്ക് പോകും. അതുകൊണ്ട് നമ്മൾ അതൊരു 1 or 2 സെൻറ്റൻസ് മാത്രമാക്കി ചുരുക്കി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുക. പക്ഷെ ആ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കുന്ന ഒരാൾക്കും ആ ഒരു ലെറ്ററിൻ്റെ പർപ്പസ് കിട്ടിയിരിക്കണം. അതാണ് പർപ്പസ് ഓഫ് ദി ലെറ്റർ ആയിരിക്കണം എന്ത്? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. അതിനുശേഷം
എന്ത് ചെയ്യണം, കണ്ടന്റ് എഴുതണം. നമ്മൾ അതായത് നമ്മുടെ കേസ് നോട്ട് വായിക്കുമ്പോൾ തന്നെ നമ്മൾ റെലവൻറ്റ് ഡീറ്റെയിൽസും ഇറലവൻറ്റ് പോയിന്റ്സുകളും ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ്സുകളെല്ലാം വെച്ച് നമ്മൾ ആ ഒരു റഫ് പേപ്പറിൽ നമ്മളൊന്ന് ലെറ്റർ ഓർഗനൈസ് ചെയ്തും കൂടി വെച്ചിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കണ്ടന്റുകൾ പാരഗ്രാഫ് 1, പാരഗ്രാഫ് 2, പാരഗ്രാഫ് 3 അങ്ങനെ നമ്മൾ എഴുതുക. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പർപ്പസ് ഓഫ് ദി ലെറ്റർ നമ്മളൊരു 1 or 2 സെൻറ്റൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലാബറേഷൻ ആയിരിക്കണം പാരഗ്രാഫ് 1 വരുന്നത്. അതായത് പർപ്പസ് പാരഗ്രാഫിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് വേണ്ടിയിട്ട് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വിശദീകരണമായിരിക്കണം പാരഗ്രാഫ് 1 വരേണ്ടത്. പിന്നെ പാരഗ്രാഫ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസുകളെല്ലാം കൊടുക്കാവുന്നതാണ്. ഈ പേഷ്യൻ്റെ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടും പറയാം. പിന്നെ പാരഗ്രാഫ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് റെക്കമെൻഡേഷന് വേണ്ടിയിട്ടുള്ള പാരഗ്രാഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ നിനക്ക് ഇനി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതും കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് പാരഗ്രാഫുകൾ എന്ന് പറയുന്നത് 1, 2 and 3. ഇതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ കടക്കുന്നത് എന്താണ്, ക്ലോസിംഗ് പാരഗ്രാഫിലേക്കാണ്. ക്ലോസിംഗ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 1 or 2 സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് എഴുതി ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലോസിംഗ് പാരഗ്രാഫ്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. അതായത് ഇഫ് യു റിക്വയർ ഫർദർ ഇൻഫർമേഷൻ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇതൊക്കെ ഓവറോൾ എല്ലാ ലെറ്റേഴ്സിലും നമ്മൾ സെയിം ഒരു സെൻറ്റൻസ് ആണ് നമ്മൾ എഴുതുക. അതല്ലെങ്കിലോ ഷുഡ് യു ഹാവ് എനി ഫർദർ ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇത് രണ്ടിലേത് വേണമെങ്കിലും നമുക്ക് ക്ലോസിംഗ് പാരഗ്രാഫിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ലെറ്ററിൽ ക്ലോസിംഗ് പാരഗ്രാഫും എഴുതി നിർത്തിയതിന് ശേഷം നമ്മൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. സൈൻ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എയ്തർ യുവേഴ്സ് സിൻസിയർലിയോ അതുമല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിയോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യുവേഴ്സ് സിൻസിയർലി ഉപയോഗിക്കുന്നത്? നമ്മളുടെ സല്യൂട്ടേഷൻ്റെ ഭാഗത്ത് നമുക്ക് നമ്മുടെ ലെറ്റർ റെസിപ്പിയൻറ്റിൻ്റെ നെയിം വെച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ള ലെറ്റർ ആണെങ്കിൽ നമുക്ക് യുവേഴ്സ് സിൻസിയർലി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഡിയർ ഡോക്ടർ ജോസഫ്, അങ്ങനെ നമ്മൾ നമ്മുടെ ലെറ്റർ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡോക്ടർ ജോസഫ് എന്നതിൻ്റെ പേര് എഴുതിയിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ ഡോക്ടർ ജോസഫായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെറ്റർ എൻഡ് ചെയ്യുമ്പോൾ യുവേഴ്സ് സിൻസിയർലി എന്ന് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പേരൊന്നും എഴുതിയിട്ടില്ല നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ, ഒരു ജോബ് റോൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഡിയർ ഫിസിയോതെറാപ്പിസ്റ്റ്, ഡിയർ ഡയറ്റീഷ്യൻ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡിയർ സർ ഓർ മാഡം അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫോമലായിട്ട് നമുക്ക് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആയിരിക്കും ഉപയോഗിക്കാൻ നല്ലത്. അതാണ് ഇത് രണ്ടുമാണ് നമ്മൾ സൈൻ ഓഫിൽ ഉപയോഗിക്കുന്നത്. യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. എന്നിട്ട് വൈ ക്യാപിറ്റൽ ആയിരിക്കണം, സിൻസിയർലിയുടെ എസ്സോ ഫെയ്ത്ത്ഫുള്ളിയുടെ എഫും ഒക്കെ നമുക്ക് സ്മോൾ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കോമയും ഇടുന്നതാണ്. ഇതാണ് സൈൻ ഓഫ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷൻ എഴുതണം. യുവേഴ്സ് സിൻസിയർലിയോ അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിയോ എഴുതി നിർത്തി അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രൊഫഷൻ എഴുതുക. മിക്കവാറും നമുക്ക് ആ കേസ് നോട്ടിൽ തന്നെ അവർ തന്നിട്ടുണ്ടാകും യു ആർ ദ ചാർജ് നഴ്സ് ഇൻ ദി മെഡിക്കൽ വാർഡ്, അങ്ങനെ ആയിരിക്കും അവർ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്നുമുള്ള ചാർജ് നഴ്സ് എന്നുള്ള പൊസിഷൻ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാർജ് നഴ്സിൻ്റെ സിയും നഴ്സിൻ്റെ എന്നും ഒക്കെ എന്താണ് ക്യാപിറ്റലിൽ വേണം എഴുതാനായിട്ട്. അല്ലെങ്കിൽ യു ആർ ദ ഡിസ്ട്രിക്ട് നഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേസ് നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷൻ ഡിസ്ട്രിക്ട് നഴ്സാണെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് അങ്ങനെയും എഴുതാം. അതല്ല അവർ ഒരു പ്രൊഫഷനും നമുക്ക് തന്നിട്ടില്ല എന്നുള്ള കേസസിലാണെങ്കിൽ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സ്, നമ്മൾ എന്താണെങ്കിലും നമ്മളൊരു രജിസ്റ്റേർഡ് നഴ്സാണ്. ഏതൊരു സെറ്റിങ്സിലാണെങ്കിലും നമ്മൾ രജിസ്റ്റേർഡ് നഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ജോബ് റോളും നമുക്ക് പ്രൊഫഷനും നമ്മുടെ ഡിസ്ക്രൈബ് ചെയ്യാത്ത ഒരു കേസ് നോട്ടാണെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് കൺസിഡർ ചെയ്ത് അത് നമ്മൾ എഴുതി നമ്മുടെ ലെറ്റർ ക്ലോസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവർ പറയുകയാണ് നമ്മൾ ഹെഡ് നഴ്സ് ആണെങ്കിൽ നമുക്ക് ഹെഡ് നഴ്സ് എന്ന് എഴുതാവുന്നതാണ്. എന്തെങ്കിലും ഒരു ജോബ് റോൾ നമ്മുടെ കേസ് നോട്ടിനകത്ത് നമ്മുടെ പ്രൊഫഷനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഒന്നും തന്നെ തന്നിട്ടില്ലാത്ത കേസസിൽ രജിസ്റ്റേർഡ് നഴ്സ് എന്നും എഴുതാവുന്നതാണ്. അതായത് ഇതൊരു ലെറ്ററിൻ്റെ ഒരു സൈൻ ഓഫും അതുപോലെ പ്രൊഫഷനും എഴുതിയിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ യുവർ കണ്ടിന്യൂഡ് മാനേജ്മെന്റ് ഓഫ് ദിസ് പേഷ്യൻറ്റ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നഴ്സ്. അപ്പോൾ ഇതായിരുന്നു
നമ്മുടെ OET ലെറ്ററിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലേഔട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. നിങ്ങൾക്ക് OET ഫസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് OET ലെറ്റർ എന്താണെന്ന് അറിയാത്ത ഒരാൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ ജസ്റ്റ് ഒരു ജനറൽ ലേഔട്ട് എങ്ങനെയാണ്, ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു OET ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ എഴുതാം, എന്തൊക്കെ എഴുതാൻ പറ്റില്ല, ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്, OET അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റ് എന്താണെന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ OETcafe ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് എല്ലാം നിങ്ങൾ എനിക്ക് കമൻ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. So once again, thank you for watching.